ഓസ്ട്രേലിയയിൽ ഞങ്ങൾ ഇത്തവണത്തെ ക്രിസ്മസ് ഡെക്കറേഷൻ, അതുപോലെ തന്നെ സാന്താക്ലോസ് ഗിഫ്റ്റ് കൊടുക്കുന്നു പറഞ്ഞ് പിള്ളേരെ പറ്റിച്ചത്, ക്രിസ്മസ് സ്പെഷ്യൽ ഫുഡ്, കൂട്ടുകാരുമായിട്ടുള്ള ഒരു അടിച്ചുപൊളി ക്രിസ്മസ് കരോള്, വീട്ടിലെ ചെറിയ പുൽക്കൂട്, ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. എന്നാൽ പിന്നെ ഒട്ടും സമയം കളയണ്ട, നേരിട്ട് വീഡിയോയിലേക്ക്. ക്രിസ്മസ് ആവുന്നതിന് മുമ്പേ വീടിൻ്റെ ഫ്രണ്ടിലെ ലാൻഡ്സ്കേപ്പിംഗ് ഒന്ന് സെറ്റാക്കി കേട്ടോ. ഇതിനു മുമ്പ് മൊത്തം പുല്ലൊക്കെ പിടിച്ച് കാട് പിടിച്ചിറക്കായിരുന്നു. അതൊക്കെ മാറ്റി സ്റ്റോളൊക്കെ ഇട്ട് ഫ്രണ്ട് സെറ്റാക്കി. ഇനി വീടിൻ്റെ അകത്തേക്ക് നമ്മൾ കയറണ്ടോ. വലിയ കാര്യമായിട്ടൊരു ഡെക്കറേഷൻ ഇല്ല. കഴിഞ്ഞ വർഷമൊക്കെ നല്ല ഭംഗിയായിട്ട് ചെയ്തു. ഈ പ്രാവശ്യം നാട്ടിലൊക്കെ പോയി വന്ന കാരണം പിന്നെ ജോലി തിരക്ക് കാരണം വലിയ സെറ്റപ്പ് ഒന്നും ഉണ്ടായില്ല. കഴിഞ്ഞ വർഷത്തെ എല്ലാം ഒന്ന് എടുത്തു വെച്ച് ഒന്ന് ഭംഗിയായിട്ട് അറേഞ്ച് ചെയ്ത് വെച്ചെന്ന് മാത്രമേ ഉള്ളൂ. ഇന്ന് വീട്ടിൽ ക്രിസ്മസ് കരോൾ വരും. അതിൻ്റെ ഭാഗമായിട്ട് കേക്കും കുറച്ച് സ്വീറ്റ്സും കാര്യങ്ങളൊക്കെ നമ്മൾ അറേഞ്ച് വെച്ചിട്ടോ. ഓസ്ട്രേലിയയിലൊക്കെ ക്രിസ്മസ് കരോളൊക്കെ ഡിസംബർ 1 തുടങ്ങി നമുക്ക് കരോളൊക്കെ വന്നു കൊടുക്കും എല്ലായിടത്തുനിന്നും. എന്താ കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്നാമത് സമയമില്ല, പിന്നെ പോരാത്തിന് നല്ല ചൂടാണ് കേട്ടോ. ഓസ്ട്രേലിയ ക്രിസ്മസ് നല്ല ചൂട് സമയത്താണ്. അങ്ങനെ കരോള് വീട്ടിൽ വന്നു, നല്ല രസമായിരുന്നു. പാട്ടും കൊട്ടും ആട്ടമൊക്കെ ആയിട്ട് നല്ല രസമായിട്ട് കരോള് അടിപൊളിയായിട്ട് പോയിട്ടോ. ഈ ക്രിസ്മസിന് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ സന്തോഷം തുടങ്ങി കുട്ടുബേബിയുടെ ആദ്യത്തെ ക്രിസ്മസാണ്. പിന്നെ വീട്ടിൽ ഞങ്ങൾ ചെറിയൊരു പുൽക്കൂടൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതാണ് നമ്മുടെ വീട്ടിലെ ഇത്തവണത്തെ ക്രിസ്മസ് ലൈറ്റ് ഇട്ടാണ് കേട്ടോ. എന്ന് വെച്ചാൽ കുറേ ലൈറ്റൊക്കെ താഴെ ഇരിക്കുന്നത് സോളാറാട്ടോ. ഇതൊക്കെ മറ്റുള്ളതെല്ലാം ഇലക്ട്രിക്കാണ്. സോളാറായാലും ഈ സമ്മറിലായ കാരണം അതൊക്കെ നല്ല പ്രകാശം കേട്ടോ. ഒരു 5 മണിക്കൂറൊക്കെ നല്ല ലൈറ്റോടുകൂടി നിൽക്കും. അത് കഴിയുമ്പോഴേക്കാ ഒന്ന് മങ്ങി തുടങ്ങുള്ളൂ. ഡിസംബർ 1 തുടങ്ങി ഓസ്ട്രേലിയ എവിടെ നമ്മൾ പോയാലും വീടുകളൊക്കെ ഡെക്കറേറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ ഞെട്ടി പോകട്ടോ. ക്രിസ്മസ് തുടങ്ങി വേറൊരു വൈബ് വരും നമുക്ക്. ക്രിസ്മസ് ഡേയുടെ അന്ന് ദീപ്തിക്ക് ജോലിയുണ്ട്. അപ്പോൾ ഞങ്ങൾ രാവിലെ 5:30 എണീറ്റു കേട്ടോ. എണീറ്റ് ചായയൊക്കെ വെച്ചു. പിന്നെ നേരെ ചായയൊക്കെ കുടിച്ച് ഞങ്ങൾ കുറച്ച് നേരം വർത്താനൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നു. അത് കഴിഞ്ഞിട്ട് ആണ് നമുക്ക് ഈദൻകൂട്ടിനെ അപ്പോസ്റ്റിനെ വിളിക്കണം. സാന്താക്ലോസ് വന്ന് ഗിഫ്റ്റ് ക്രിസ്മസ് ട്രീയുടെ താഴത്ത് വെക്കുമെന്ന് പറഞ്ഞിട്ടാണ് അവർ രണ്ടുപേരും കയറി കിടന്ന് ഉറങ്ങി കേട്ടോ. നേരം വെളുക്കുമ്പോൾ തന്നെ ട്രീയുടെ താഴത്ത് ഗിഫ്റ്റ് ഉണ്ടാവും. നമുക്ക് ഒത്തിരി ഗിഫ്റ്റൊക്കെ വാങ്ങിച്ചു വെച്ചിട്ടെന്ന് പറഞ്ഞ് അവർ കിടന്നുറങ്ങണം. ഇപ്പം അവരെ വിളിച്ചെണീപ്പിക്കണം. അത് വേറെ ഒന്നുമില്ല കേട്ടോ. തലേദിവസം രാത്രി തന്നെ നമ്മൾ തന്നെ ഗിഫ്റ്റൊക്കെ പാക്ക് ചെയ്തും പിന്നെ അവരുടെ ഫ്രണ്ട്സൊക്കെ കുറേ ഗിഫ്റ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതെല്ലാം സെറ്റ് ചെയ്ത് ക്രിസ്മസ് ട്രീയുടെ താഴത്ത് വെച്ചു. ചുമ്മാ അവരൊന്ന് പറ്റിക്കാൻ വേണ്ടിയുള്ള ചെറിയൊരു സൂത്രപ്പണി. ഗിഫ്റ്റുകളെല്ലാം തീർച്ചയെടുത്ത് ക്രിസ്മസ് ട്രീയുടെ താഴത്ത് അറേഞ്ച് ചെയ്ത് വെച്ചേക്കാം. ഓരോ ബോക്സുമേ അവരുടെ പേരൊക്കെ എഴുതി വെച്ചിട്ടുണ്ടോ. അപ്പോഴേക്കും ഞാൻ ചായയൊക്കെ റെഡിയാക്കി. പിന്നെ അടിച്ച ചായയൊക്കെ നമുക്ക് രാവിലെ കുടിക്കാന്ന് പറഞ്ഞാൽ അതൊരു വേറൊരു രസം തന്നെയല്ലേ. ക്രിസ്മസ് സ്പെഷ്യൽ ബ്രേക്ക്ഫാസ്റ്റ് പാലപ്പവും താറാവ് റോസ്റ്റ് ആയിരുന്നു കേട്ടോ. അപ്പോൾ ദീപ്തി അതൊക്കെ രാവിലെ കഴിച്ചിട്ട് വേണം പുള്ളിയാത്തേക്ക് പോകണം. വീട്ടിൽ നിന്നൊരു 30 കിലോമീറ്റർ ഉണ്ട്. ഒറ്റയ്ക്ക് തന്നെ പോക്കോളും. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് കഴിഞ്ഞിട്ട് വേണം അപ്പോസിനെ ഇതങ്ങോട്ടേക്ക് വിളിച്ച് എണീപ്പിക്കാനായിട്ട്. നല്ല ഉറക്കം കേട്ടോ. എണീറ്റ് വന്നപ്പോൾ തന്നെയല്ലേ നേരെ പോയത് ട്രീയുടെ താഴത്തേക്കാണ്. പിന്നെ ഇപ്പോൾ സമ്മറൊക്കെ ആയ കാരണം രാവിലെ 5:30 ആകുമ്പോഴേക്കും നേരം വെളുക്കും. രണ്ടുപേരും അവരവരുടെ ഗിഫ്റ്റൊക്കെ എടുത്ത് ഓപ്പൺ ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ. അവിടെ ആ ഒരു സന്തോഷം കാണാൻ ഇത്ര പേർക്ക് ഗിഫ്റ്റ് എന്നുള്ളത് അറിയില്ലായിരുന്നു. എത്ര ഓപ്പൺ ചെയ്തിട്ടില്ലേ ആ ഒരു ഗിഫ്റ്റ് കിട്ടിയതിൻ്റെ എക്സൈറ്റ്മെൻറ്റും കാരണം ഓർക്കും മാറിയില്ല കേട്ടോ. അത് നമുക്ക് കാണാൻ പറ്റും. ഇതൊക്കെയല്ലേ നമുക്ക് കിട്ടുന്ന ഏറ്റവും വലിയ സന്തോഷങ്ങൾ. എല്ലാം സോഫയാകുമ്പോൾ നിരത്തി വെച്ചേക്കാണ്. അതിൻ്റെ കൂടെ ചോദിക്കുകയും ചെയ്തു കേട്ടോ, സാന്താക്ലോസ് എപ്പോഴും വന്ന് അപ്പയും അമ്മയും കണ്ടോ. പിന്നെ ഒരു കണക്കിന് ഞങ്ങൾ ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ആ സബ്ജക്റ്റിനെ മാറ്റി. ശരിക്കും നേരം എടുത്തല്ലോ. ഇപ്പോൾ സമയം 5:50 പിന്നെ ഈദൻകൂട്ടിന് കിട്ടിയ ഗിഫ്റ്റിനകത്ത് ഒരു ഡോക്ടർ കിറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അത് വെച്ച് അമ്മയും മോനും പേഷ്യൻറ്റും ഡോക്ടറായിട്ട് കളിച്ചുകൊണ്ടിരിക്കുക. പേഷ്യൻ്റായിട്ടിരിക്കണ അമ്മയുടെ അഭിനയം നോക്കി കാണാനല്ലേ. അങ്ങനെ ദീപ്തി നേരെ ജോലിക്ക് പോകട്ടോ. രാവിലെ 7 മണിക്ക് ജോലി സ്റ്റാർട്ട് ചെയ്യും. വീട്ടിൽ നിന്ന് ഒരു 6:30 ഇറങ്ങി. പിന്നെ ഇതുകൊണ്ട് അപ്പൂസൊക്കെ നേരത്തെ എണീറ്റാൽ അവർ കിട്ടിയ ഗിഫ്റ്റൊക്കെ പൊടിച്ച് അവിടെ കുത്തിക്കൊണ്ടിരുന്നു. ഞാൻ നേരെ കുട്ടികളെ നോക്കിയിട്ടിരുന്നു. അപ്പോഴേക്കും മമ്മി നമുക്ക് ക്രിസ്മസിൻ്റെ സ്പെഷ്യൽ വിഭവങ്ങളൊക്കെ ഓരോന്നോരോന്നായിട്ട് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കട്ടോ. വൈകിട്ടാണ് നമ്മൾ ക്രിസ്മസ് പരിപാടിയൊക്കെ അറേഞ്ച് വെച്ചത്. അങ്ങനെ ഇങ്ങനത്തെ കുറച്ച് പേർക്ക് ജോലിയൊക്കെ ഉണ്ട്. അപ്പോൾ എല്ലാവരും ഒരുമിച്ച് വൈകുന്നേരം കൂടാൻ വെച്ചിരിക്കണം. അപ്പോൾ അതിനോടുള്ള വിഭവങ്ങളൊക്കെ റെഡിയാക്കണേ. പിടിയും കോഴിക്കറിയും പാൽക്കപ്പയും സാൽമൺ മുളകിട്ടതും
പിന്നെ എന്നിട്ട് താറാവ് റോസ്റ്റ് ഓൾറെഡി ബ്രേക്ക്ഫാസ്റ്റിന് കഴിച്ചു. പിന്നെ പോർക്ക് ഡ്രൈ ഫ്രൈ ഉണ്ട്. പിന്നെ നമ്മുടെ ഫ്രണ്ട്സ് അവർ വരുമ്പോൾ അവരുടേതായ സ്പെഷ്യലും അവർ കൊണ്ടുവരാൻ പോകുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഒരുമിച്ച് കൂടി ആകുമ്പോൾ ഒത്തിരി വിഭവങ്ങളല്ലോ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഇന്ന് വൈകുന്നേരം ക്രിസ്മസ് അടിപൊളിയാക്കും കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ തുടങ്ങിയിട്ട് 2ാമത്തെ ക്രിസ്മസാണ്. അപ്പോൾ ഇതുവരെ നമ്മളെ കട്ടയ്ക്ക് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. അതുപോലെ തന്നെ ഇനിയും വീഡിയോസൊക്കെ നിങ്ങൾ കാണണം. നിങ്ങളുടെ സപ്പോർട്ട് ഈ വീണ്ടും വേണം. അടുത്ത വർഷം നമുക്ക് പൊളിക്കണം കേട്ടോ. വൈകുന്നേരം ഒരു 6:30 ഫ്രണ്ട്സൊക്കെ വന്നു. 2 ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിനകത്ത് ടോണിയും നീനും അവരുടെ മോനാണ് ജോക്കോട്ടെ. നമ്മുടെ വീഡിയോസിനകത്തൊക്കെ കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കണം. അവനും അപ്പോസിന് വരെ കമ്പനി കേട്ടോ. പിന്നെ അവർ പിള്ളേർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഗിഫ്റ്റൊക്കെ ഹാൻഡ് ഓവർ ചെയ്തു. അതും നല്ലൊരു മെമ്മറബിൾ മൊമെൻറ്റ്സ് ആയിരുന്നു കേട്ടോ. കുറച്ച് നേരം കഴിയുമ്പോഴേക്കും സിജോ ചേട്ടനും ലിനും വന്നു. അവരും അതുപോലെ തന്നെ ഗിഫ്റ്റ് കൊടുത്തു. നമ്മൾ തിരിച്ച് അങ്ങോട്ടും കൊടുത്തു. എല്ലാം കൊണ്ടും കുറച്ച് നേരത്തേക്ക് പിള്ളേർക്ക് കുറുക്കങ്ങളായിരുന്നു. ഗിഫ്റ്റ് കിട്ടൽ കൊടുക്കൽ. അത് കഴിഞ്ഞ് വീടിൻ്റെ ബാക്ക് യാർഡിലേക്ക് ഇറങ്ങി. പിന്നെ അവിടെ പിള്ളേർ തമ്മിൽ കളിയായിരുന്നു. അടക്കി ഒതുക്കി വെച്ച കളിപ്പാട്ടങ്ങളെല്ലാം എടുത്ത് പുറത്തേക്ക് ഇട്ട് അവരൊരു സൈഡിൽ നിന്ന് കളിച്ചു. ഞങ്ങളെല്ലാവരും കൂടി വട്ടം കൂടി ഇരുന്ന് കുറച്ച് നേരം വർത്താനൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നു. അതിൻ്റെ കൂട്ടത്തിൽ കൂടെ അമ്മമാരെ കൂടി ചെറിയ ക്രിസ്മസ് ഒക്കെ അല്ലേ ഒരു വൈനൊക്കെ കഴിച്ചു. അങ്ങനെ എന്താ പറയാ, മൊത്തത്തിലൊരു ഓളമായിരുന്നു. കുറേ നേരം വർത്താനം പറയലും ചെറിയൊരു ഡ്രിങ്ക്സ് ഒക്കെ കഴിച്ചതിന് ശേഷം പിന്നെ ഫുഡ് കഴിക്കാൻ തുടങ്ങി. പിന്നെ പിള്ളേർക്ക് ആദ്യം കൊടുത്തു. പിന്നെ ഞങ്ങൾ എല്ലാവരും കൂടി കഴിച്ചിട്ട് പിന്നെ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയ സംഭവമായിരുന്നു കേട്ടോ. നാട്ടിലെ പോലെ കമ്പിത്തിരിയൊക്കെ കത്തിക്കാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ദീപ്തി എവിടെ നിന്ന് വാങ്ങിച്ചതെന്നറിയില്ല, വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. പിന്നെ പിള്ളേർക്കൊക്കെ അത് കത്തിച്ച് കൊടുത്തു. വീണ്ടും ബാക്ക് യാർഡിൽ നിന്ന് കുറേ നേരം അതൊക്കെ ശരിക്കും പറഞ്ഞാൽ പെട്ടെന്ന് നാട്ടിലെ ആ ഒരു നമ്മുടെ ചെറുപ്പകാലത്തിലേക്ക് പോയൊരു ഫീലായിരുന്നു കേട്ടോ. പിള്ളേർക്കൊക്കെ നല്ല രസമായിരുന്നു. പിന്നെ കൈയൊക്കെ ഒന്ന് പൊള്ളാണ്ട് നോക്കണം. അതൊക്കെ കറക്റ്റായിട്ട് തീരുമ്പോൾ നമ്മളൊരു സൈഡിലേക്ക് മാറ്റി വെച്ചു കേട്ടോ. അതൊക്കെ നല്ലൊരു രസമായിരുന്നു. എന്തായാലും ഇന്നത്തെ ഈ പ്രാവശ്യത്തെ ക്രിസ്മസ് കിടിലായിരുന്നു കേട്ടോ. കമ്പത്തിരി കത്തിക്കലും കളികളൊക്കെ കഴിഞ്ഞ് അകത്ത് കയറിപ്പിക്കും ഡെസേർട്ടൊക്കെ കഴിച്ചു. അത് കഴിഞ്ഞതേ അവർക്ക് ഇതും കൂടെ അപ്പോസിറ്റാണെങ്കിൽ കിട്ടിയെന്നറിയില്ല. ആ ഗിഫ്റ്റൊക്കെ പൊട്ടിച്ച് പിന്നെ അത് വെച്ച് കളികളായി. എന്തായാലും ഇത്തരം പരിപാടികളൊക്കെ അറേഞ്ച് ചെയ്തു. ഇനി എന്തായാലും പാട്ട് വെച്ച് കുറച്ചേരം ഡാൻസും കളിക്കാൻ വെച്ചു. അങ്ങനെ എല്ലാവരും ഒരുമിച്ച് പിള്ളേരും ഞാനും സിജോ ചേട്ടനും എല്ലാവരും ഒരുമിച്ച് കുറച്ചേരം ഡാൻസൊക്കെ കളിച്ചു. അപ്പോഴേക്കും സമയം 10-10:30 കഴിഞ്ഞു കേട്ടോ. ഇനിയിപ്പോൾ പരിപാടി വൈൻഡപ്പ് ചെയ്യണം. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നെക്സ്റ്റ് ഡേ മോർണിംഗും എനിക്കും ജോലിയുണ്ട്, അതുപോലെ തന്നെ ദീപ്തിക്കും ജോലിയുണ്ട്. അപ്പോൾ അത് കാരണം ഞങ്ങൾ എന്ത് ചെയ്തു, പരിപാടി അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ കൊച്ചു ക്രിസ്മസ് ആഘോഷങ്ങളും ഡെക്കറേഷനും എല്ലാം. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി വിചാരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. എന്നാൽ പിന്നെ നമുക്ക് പുതിയൊരു വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും താങ്ക് യു സോ മച്ച്.